വിശ്വാസനായകന പൂർത്തി വരുത്തുന്നിൻ യേശുവിങ്കൽ വചനപാത വചനപാത വചനപാത. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ നമുക്ക് ലഭിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമയങ്ങളാണ്. വചനം, ജീവനുള്ള വചനം, ജീവിപ്പിക്കുന്നതായ വചനം. എബ്രായ ലേഖനത്തിൽ പറയും, ജീവനും ചൈതന്യമുള്ളതായ വചനം ആത്മാവിനെയും പ്രാണനെയും സന്ധിമജ്ജകളെയും വേറ് വിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്ന വചനം, ഇരുവായ്ത്തിലുള്ള വാൾ. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി 1 കൊരിന്ത്യർ, അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 16-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. യേശുക്രിസ്തുവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവനെന്നാണ് നാം വായിച്ചു കേട്ടത്. പ്രത്യേകിച്ച് ശാപകരമായ വേറെ ഒരു പാപവും ചെയ്യണ്ട. യേശുവിനെ സ്നേഹിക്കാതിരുന്നാൽ, കർത്താവിനെ സ്നേഹിക്കാതിരുന്നാൽ, അങ്ങനെ സ്നേഹിക്കാതിരിക്കുന്ന ഏവനും ശപിക്കപ്പെട്ടവൻ. എന്താണ് കർത്താവിനെ സ്നേഹിക്കുക എന്ന് ഉള്ളതുകൊണ്ട് അപ്പോസ്തലൻ അവിടെ ഉദ്ദേശിക്കുന്നത്? യേശുക്രിസ്തുവിനെ സ്നേഹിക്കുക. ക്രിസ്തുവിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവനുള്ള ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക, ഈ വചനം വിശ്വസിക്കുക, ദൈവത്തിൻ്റെ വചനം വിശ്വസിക്കുക, വചനം എങ്ങനെ പറയുന്നു അതിനനുസരിച്ച് ജീവിതം ക്രമീകരിക്കുക. അതാണ് അപ്പോസ്തലൻ അവിടെ ഉദ്ദേശിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം ഒന്ന് വായിച്ച് കേൾക്കാം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. കർത്താവോട് കൃത്യമായി പറയുകയാണ്, സ്വന്തം നാവെടുത്ത് കർത്താവ് പറയുകയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവനെന്ന് അപ്പോസ്തലൻ പറഞ്ഞു. കർത്താവ് സ്വന്തം നാവെടുത്ത് പറയുകയാണ്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. നാം ദൈവത്തെ സ്നേഹിക്കുന്നവരാണോ? ജീവനുള്ള ദൈവത്തെ സ്നേഹിക്കാനിടയാകുക, ദൈവത്തിൻ്റെ വഴിയെ യാത്ര ചെയ്യാനിടയാകുക, ക്രിസ്തുവിനെ നോക്കി ക്രൂശ് എടുത്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുവാനിടയാകുക. എന്തൊരു വലിയ ഭാഗ്യമാണ്. ക്രൂശിൻ്റെ അർത്ഥം അറിയാതെ ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു ഞാൻ. ദൈവം ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വില എന്താണെന്ന് അറിഞ്ഞുകൂടായിരുന്നു. ഇങ്ങനൊരു ദൈവം ജീവിക്കുന്നുണ്ടെന്ന് എൻ്റെ 15-ാമത്തെ വയസ്സ് വരെ അറിഞ്ഞിരുന്നതേയില്ല. എന്നാൽ ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ജീവനുള്ള ക്രിസ്തുവിനെ അനുഭവിച്ചുകൊണ്ടാണ്. ക്രിസ്തുവിനെ അനുഭവിക്കാനിടയാകുക, ക്രിസ്തുവിനെ സ്നേഹിക്കാനിടയാകുക, ക്രിസ്തുവിൻ്റെ പിന്നാലെ പോകാനിടയാകുക. എന്തൊരു വലിയ ഭാഗ്യമാണ്. ഞാനൊരു ഭാഗ്യവാനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുക. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. 14-21, യോഹന്നാന്റെ സുവിശേഷം തന്നെ 14-21 നമുക്ക് വായിച്ചു കേൾക്കാം. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എൻ്റെ കൽപ്പനകളെ കാത്തുകൊണ്ടാൽ മാത്രം പോരാ, എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എൻ്റെ കൽപ്പനകളെ ലഭിക്കുക. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ നമുക്കത് ഗ്രഹിക്കാനിടയാകുക, നമ്മുടെ ആന്തരിക കണ്ണ് തുറന്നു കിട്ടാനിടയാകുക, ആത്മാവിൻ്റെ കണ്ണ് തുറക്കാനിടയാകുക. നാം തിരുവചനം വായിക്കുന്നതിന് മുമ്പ് പറയും, കർത്താവേ, ഈ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന വേദപ്രമാണങ്ങളെ എനിക്ക് കാണുവാൻ, എൻ്റെ ഉള്ളം കൊണ്ട് കാണുവാൻ എൻ്റെ ആത്മാവിൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമെന്ന്. ആത്മാവിൻ്റെ കണ്ണ് പ്രകാശിക്കിട്ടാനിടയാകുക. എന്തൊരു വലിയ ഭാഗ്യമാണ്. ഇതൊരു നിധിയാണ്. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം നിധിയാണ്. കുഴിക്കും തോറും രത്നഖനി പോലെ വായിക്കും തോറും ആശ്വാസം കൊണ്ടും സമാധാനം കൊണ്ടും നിറയ്ക്കുന്നവനായ ദൈവം. എന്തൊരു വലിയ സൗഭാഗ്യമാണ്. ക്രിസ്തുവിനെ കണ്ടെത്താനിടയാകുക, ഈ വചനത്തിൻ്റെ അർത്ഥം ഗ്രഹിക്കാനിടയാകുക, ഈ വചനം വായിച്ച് ഈ വചനത്തിൽ ധ്യാനിക്കാനിടയാകുക. അത് കർത്താവ് പറയുകയാണ്, എൻ്റെ കൽപ്പനകൾ ലഭിച്ച് അത് ലഭിക്കാനിടയാവുക.
അത് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നു. പ്രമാണിക്കുക. ഈ കൽപ്പന, ഈ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം വള്ളിക്കും പുള്ളിക്കും മാറ്റമില്ലാത്തതാണ്. ആകാശവും ഭൂമിയും എല്ലാം മാറിപ്പോകും, മാറാത്തത് ഈ ജീവനുള്ള ദൈവത്തിൻ്റെ വചനം മാത്രം. വീണ്ടും തൊട്ട് താഴെ എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നുവെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു മാത്രമല്ല, പിതാവാം ദൈവവും സ്നേഹിക്കുന്നുവെന്ന്. എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. അത്ഭുതകരമായ അടുത്ത ഭാഗം വായിക്കുമ്പോൾ നാം കോൾമയിർ കൊണ്ടുപോകും. ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തുമെന്ന്. യേശുക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടാനിടയാകുക. ഞാനും അവനെ സ്നേഹിച്ച്, ഞാൻ യേശുവിനെ സ്നേഹിക്കുമ്പോൾ, ഞാൻ യേശുവിനെ സ്നേഹിക്കാതിരുന്നാൽ ഞാൻ ശപിക്കപ്പെട്ടവനാണ്. എന്നാൽ ഞാൻ യേശുവിനെ സ്നേഹിക്കുമ്പോൾ എന്നെ സ്നേഹിക്കുന്നവനെ എൻ്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവൻ എന്നെ തന്നെ വെളിപ്പെടുത്തും. ദൈവത്തെ വെളിപ്പെടുത്തി കിട്ടാനിടയാകുക എന്തൊരു വലിയ ഭാഗ്യമാണ്. ഞാൻ അത്ഭുതത്തോടെ എല്ലാം ഓർക്കുകയാണ്. 15 വയസ്സ് വരെ താഴേക്ക് മാത്രം നോക്കി നടന്ന മനുഷ്യനായിരുന്നു ഞാൻ. അപകർഷതാബോധം കൊണ്ട് തല കുമ്പിട്ട് പോയ മനുഷ്യനായിരുന്നു ഞാൻ. ഒരിക്കലും ശോഭനമായൊരു ഭാവി ലഭിക്കുമെന്ന്, അഥവാ ഇന്ന് അനുഭവിക്കുന്ന ആത്മീയമായ സന്തോഷം ലഭിക്കുമെന്ന് ഞാൻ ഹൃദയത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല. എന്തിനു പറയുന്നു? ഞാൻ ദൈവമില്ലെന്ന് കരുതിയ മനുഷ്യനായിരുന്നു. ദൈവമില്ല. ദൈവമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം ഇങ്ങനെ അടിക്കടി നാശത്തിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് ഞാനൊരു ശാപഗ്രസ്തനായി ജനിച്ചത്? എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കുടുംബത്തിൽ തലമുറകളായി ഭ്രാന്ത് വരുന്നത്? ദൈവമില്ലെന്ന് നിശ്ചയിച്ചുറപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് തികഞ്ഞ വിശ്വാസിയായിട്ടാണ്. യേശു ജീവിക്കുന്നുവെന്ന് അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. കൃപയാൽ ക്രിസ്തുവിന് എന്നോടൊരു കരുണ തോന്നി. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, എനിക്ക് കരുണ തോന്നണമെന്നുള്ളതിനോട് കരുണ തോന്നുന്നു. ഞാൻ അങ്ങോട്ട് സ്നേഹിച്ചതല്ല, ഞാൻ യേശുവിനെ അന്വേഷിച്ച് ഇറങ്ങി തിരിച്ചതല്ല, ഞാൻ യേശുവിനെ തേടി തേടി അങ്ങ് പുറപ്പെട്ടതല്ല. എന്നാൽ ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉരുവാകുന്നതിന് മുമ്പ്, ഒന്നുകൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അനാദികാല യുഗം, ഈ ലോക സ്ഥാപനത്തിന് മുമ്പ് ദൈവം എന്നെ കണ്ടു. എന്തൊരു ഭാഗ്യമാണ്. ഞാനൊരു നിർണയപ്രകാരം വിളിക്കപ്പെട്ടവനാണെന്ന് തിരിച്ചറിയാനിടയാകുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളെ ദൈവം കണ്ടതുകൊണ്ടാണ്, മുൻ നിർണയപ്രകാരം വിളിച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന് ഈ ദൈവശബ്ദം കേൾക്കാൻ ഇടയായത്. എന്തൊരു വലിയ സൗഭാഗ്യമാണ്. ഈ ഭൂമിയിൽ നിലനിൽക്കുന്നത് ഒന്ന് മാത്രം. എല്ലാം മാറിപ്പോകും. ആകാശം ചുരുട്ടി മാറ്റും. ഭൂമി എല്ലാം തീർന്നു പോകും. പ്രിയപ്പെട്ടവരെ, എന്നാൽ എന്നേക്കും നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ വചനം നിർണയപ്രകാരം വിളിക്കപ്പെടാനിടയാകുക എന്തൊരു വലിയ ഭാഗ്യമാണ്. യോഹന്നാൻ ആ സുവിശേഷം തന്നെ 14-ാം അധ്യായം 23-ാം വാക്യം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. യേശു അവനോട് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. ഈ തിരുവചനം മുഴുവനും നാം പ്രമാണിക്കേണ്ടതാണ്. ഒന്നും മാറ്റിവെക്കാൻ പാടില്ല. മുഴുവനും പ്രമാണിക്കണം. തിരുവചനം പ്രമാണിക്കാനിടയാകുക. താഴെ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ജീവനുള്ള ദൈവം, നിത്യപരിശുദ്ധ തേജോമയനായ ദൈവം എന്നെ സ്നേഹിക്കാനിടയാകുക, എന്നെ പരിഗണിക്കാനിടയാകുക, എൻ്റെ കാര്യം ഓർക്കാനിടയാകുക. എന്താണ് ഈ പറയുന്നത്? അതിൻ്റെ ആഴവും അതിൻ്റെ അർത്ഥവും ഒന്നും നമുക്ക് മനസ്സിലാകുകയില്ല. മനസ്സിലാകും. എന്നാണ് മനസ്സിലാകുന്നത്? ഒരു ദിവസം നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. എന്നാണെന്ന് അറിഞ്ഞുകൂടാ. അന്ന് നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് അക്കരനാട്ടിലേക്ക് നാം കടന്നു ചെല്ലുമ്പോഴാണ് നാം മനസ്സിലാകുന്നത്, ഈ ദൈവം എന്നെ സ്നേഹിച്ചല്ലോ എന്ന്. ഈ ഭൂമിയിൽ എന്തുമാത്രം ജനങ്ങളുണ്ട്. ഇന്ന് ഈ ഭൂമിയിൽ 800 കോടി ജനങ്ങൾ ജീവിക്കുന്നുണ്ട്. എത്ര പേര് ക്രിസ്തുവിനെ വാസ്തവമായും അറിയുന്നവരുണ്ട്? യേശുക്രിസ്തുവിൻ്റെ വഴിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? എനിക്ക് വിശുദ്ധിയോടെ ജീവിക്കണമെന്ന് കൊതിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെയെല്ലാം ആഗ്രഹം നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ? പ്രിയ ദൈവജനമേ, അത് ദൈവം തന്നതാണ്. ദൈവത്തിന് നിങ്ങളോടുള്ള കൃപയാണ്. തിരുവചനം പറയുന്നു, ഇച്ഛിക്കുന്നതിനാലല്ല, ഓടുന്നതിനാലല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധ്യമാകുന്നത്. ഒന്നിലും പ്രശംസിക്കാനില്ല. എല്ലാം ദൈവത്തിൻ്റെ കരുണ, എല്ലാം ദൈവത്തിൻ്റെ ദാനം. താഴെ പറയുകയാണ്,
ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് വാസം ചെയ്യുമെന്ന്. യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും, എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യുമെന്ന്. ഓ, ഈ ജീവനുള്ള ദൈവം! സ്ത്രോപ്പേൻ മാലാഖമാർ 2 ചിറകുകൊണ്ട് പറന്നു നിന്നുകൊണ്ട്, 2 ചിറകുകൊണ്ട് മുഖം മൂടിക്കൊണ്ട്, ദൈവത്തിൻ്റെ തേജസ് കാണാൻ ഭയപ്പെട്ട് വിറച്ചുകൊണ്ട്, തീക്കെടുത്ത മാലാഖമാർ പറന്നു നിന്നുകൊണ്ട്, മുഖം മൂടിക്കൊണ്ട്, 2 ചിറക് കാലുകളെ മൂടിക്കൊണ്ട്, അഗ്നിമയന്മാരായ മാലാഖമാർ ജീവനുള്ള ദൈവം പരിശുദ്ധൻ 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 എന്ന് ആർത്തട്ടഹസിക്കുന്ന 1000 കോടി സൂര്യന്മാർ ഒരുമിച്ചുദിച്ചുയർന്നു നിന്നാൽ എങ്ങനെയായിരിക്കുമോ അത്രമാത്രം തേജസ്വിയായ ദൈവത്തെ, ആ ജീവനുള്ള ദൈവം എൻ്റെ ഉള്ളിൽ വന്ന് പാർക്കുമെന്ന്. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യുമെന്ന്. ദൈവം വാസം ചെയ്യാനിടയാകുക. ദൈവം ഒരു അല്പപ്രാണിയായ, ഊതിയാൽ പ്രാണൻ പോകുന്ന, എന്താണ് ഊതിയാൽ പ്രാണൻ പോകുന്നതെന്ന് ഞാൻ പറയാൻ കാര്യം, 39-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരനായ ദാവീദ് പറഞ്ഞു, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലൊരു ശ്വാസം അത്രയാകുന്നു. മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു, അവർ ധനം സമ്പാദിക്കുന്നു, ആരനുഭവിക്കുമെന്ന് അറിയുന്നില്ല. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ശ്വാസം അത്രേ. വെള്ളത്തിലെ കുമിള പോലെയാണ്, വയലിലെ പൂ പോലെയാണ്. ആ പൂ ഉണ്ടായി വരുന്നു, വൈകുന്നേരം അത് വാടിക്കരിഞ്ഞു പോകുന്നു. അത്ര ക്ഷണികമാണ് മനുഷ്യ ജീവിതം. അങ്ങനെയുള്ള മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവം വന്ന് വസിക്കാനിടയാകുക എന്തൊരു വലിയ ഭാഗ്യമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രിയ ദൈവ പൈതലെ, പ്രിയ യുവാവേ, പ്രിയ യുവതിയെ, പ്രിയ അമ്മയെ, പ്രിയ സഹോദരനെ, നിങ്ങളുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നുണ്ടോ? ക്രിസ്തു വന്ന് വസിക്കാനിടയാകുക. ഓ, ദൈവം ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ വന്നാൽ പിന്നെ അവനൊന്നും ഇല്ലെങ്കിൽ എന്താണ്? അവന് രോഗമുണ്ടെങ്കിൽ എന്താണ്? അവന് ക്യാൻസർ ആണെങ്കിൽ എന്താണ്? അവൻ്റെ വിവാഹം നടന്നില്ലെങ്കിൽ എന്താണ്? അവന് ജോലി ലഭിച്ചില്ലെങ്കിൽ എന്താണ്? അവൻ്റെ ഭാര്യ വളരെ ചെറുപ്പത്തിൽ ഈ ഭൂമിയിൽ നിന്ന് പെട്ടെന്ന് മാറ്റപ്പെട്ടു, എന്താണ്? ദൈവം വന്ന് വസിക്കുന്നുണ്ടെങ്കിൽ, ദൈവമുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. ദൈവം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ടോ? ദൈവം ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തു ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ, ഞാനും പിതാവും അവനോടുകൂടെ വാസം ചെയ്യുന്നുവെങ്കിൽ ലക്ഷണം എന്താണ്? 1 യോഹന്നാൻ 2:9 വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു. വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ട് അറിയാമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയും. നാം വെളിച്ചത്തിലാണോ? നിത്യപരിശുദ്ധ തേജോമയനായി ദൈവം നമ്മുടെ ഉള്ളിൽ വന്ന് വസിച്ചാൽ, ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്ന് വസിച്ചാൽ, നമ്മുടെ ഉള്ളിൽ നിന്ന് ഇരുട്ട് മാറും, അന്ധകാരം മാറും, അന്ധകാര ശക്തികൾ ഓടി ഒളിക്കും. വെളിച്ചത്തിൻ്റെ ദാതാവ്, ഓ, എൻ്റെ ഉള്ളം തരളിതമാകുകയാണ്. ആ ജീവനുള്ള ദൈവം വന്ന് സാധുവായി മനുഷ്യൻ്റെ ഉള്ളിൽ വന്ന് വസിക്കാനിടയായി. അന്ധകാരം നിറഞ്ഞ, ശാപം നിറഞ്ഞ, എന്തിന് ജീവിക്കുന്നെന്ന് ചിന്തിച്ച് മരിച്ചാൽ മതിയെന്ന് ചിന്തിച്ചിരുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ യേശുക്രിസ്തു വന്ന് വസിക്കാനിടയാകുക. ഞാൻ അത്ഭുതത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ നിൽക്കുന്നത്. ക്രിസ്തു എൻ്റെ ഉള്ളിൽ വന്ന് വസിക്കുന്നു, വെളിച്ചം ഉള്ളിൽ വന്ന് വസിക്കുന്നു. വെളിച്ചത്തിലിരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ എന്നോളം ഇരുട്ടിൽ ഇരിക്കുന്നു. നിങ്ങൾ ആരെയെങ്കിലും പകയ്ക്കുന്നവരാണോ? നിങ്ങൾ സഹോദരനെ പകയ്ക്കുന്നവരാണോ? നിങ്ങൾ ആരോടെങ്കിലും നിങ്ങൾക്ക് പകയുണ്ടോ? ആരോടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടക്കുറവുണ്ടോ? ഒരു കാര്യം എനിക്ക് നിങ്ങളോട് ഉറക്കെ പറയാനുണ്ട്. നിങ്ങൾ ആരോടെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടക്കുറവുണ്ടെങ്കിൽ, ഈ ഭൂമിയിൽ ആരോടെങ്കിലും മതി. ഒരുപക്ഷെ നിങ്ങളുടെ പേര് ചീത്തയാക്കിയവരായിരിക്കും, അതല്ലെങ്കിൽ നിങ്ങളെ എല്ലാം കൊണ്ടും നിങ്ങൾ ഒന്നുമില്ലാത്ത കാര്യം ഉണ്ടാക്കി, കെട്ടുകഥയുണ്ടാക്കി പറഞ്ഞ് നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ വളരെ നാണം കെടുത്തിയവരായിരിക്കും, അതല്ല നിങ്ങളുടെ വിവാഹം മുടക്കിയവരായിരിക്കും, അതല്ല നിങ്ങളുടെ പ്രൊമോഷൻ തടഞ്ഞവരായിരിക്കും, നിങ്ങൾക്ക് അർഹതപ്പെട്ടത് നിങ്ങൾക്ക് കിട്ടാതിരിക്കാൻ തക്കവണ്ണം എല്ലാ കുതന്ത്രങ്ങളും മെനഞ്ഞവരായിരിക്കും പ്രിയപ്പെട്ടവരെ. എന്നാൽ അവരോട് പോലും, ആരോടും ഒരല്പമെങ്കിലും പക നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ഇഷ്ടക്കുറവുണ്ടെങ്കിൽ, എൻ്റെ കർത്താവിൻ്റെ തിരുവചനം പറയുന്നു,
നീ പ്രാർത്ഥിക്കാൻ ദൈവാലയത്തിൽ വരുമ്പോൾ സഹോദരന് നിൻ്റെ നേരെ വല്ലതുമുണ്ടെന്ന് ആ ദൈവാലയത്തിൽ വെച്ച് ഓർമ്മ വന്നാൽ, എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിയപ്പെട്ടവരെ? ദൈവാലയത്തിൽ ചെല്ലുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവാലയം എന്ന് പറഞ്ഞാൽ എന്താണ്? തിരുവചനം പറയുന്നു, ഈ ദൈവം വന്ന് വസിക്കുന്നവൻ്റെ ഉള്ളെന്താണ്? നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്തും. ഞാനതെല്ലാം പറയുമ്പോൾ ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുന്നതിൻ്റെ നന്ദി എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു തുളുമ്പിക്കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ വിശ്വസിക്കേണ്ടതല്ലയോ? ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നതിന് ദൈവം നശിപ്പിക്കും. ദൈവത്തിൻ്റെ മന്ദിരം വിശുദ്ധമല്ലോ. നിങ്ങളും അങ്ങനെ തന്നെ. നാം സ്വന്തമായി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, നാം സ്വയമായി പ്രാർത്ഥനാ മുറിയിലോ ഏതെങ്കിലും ഒരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കാൻ, അഥവാ ദേവാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഫെലോഷിപ്പിൽ ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കാൻ നാം തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം നാം ചിന്തിച്ചുകൊള്ളണം. എന്താണ്? എനിക്ക് ആരോടെങ്കിലും പകയുണ്ടോ എന്ന് മാത്രം ചിന്തിച്ചാൽ പോരാ. സഹോദരന് നിൻ്റെ നേരെ വല്ലതുമുണ്ടെന്ന് ഓർമ്മ വന്നാൽ നിനക്ക് അങ്ങോട്ട് വേണ്ട. സഹോദരന് ഇങ്ങോട്ട് നിൻ്റെ നേരെ വല്ലതുമുണ്ടെന്ന് ഓർമ്മ വന്നാൽ വഴിപാട് യാഗപീഠത്തെങ്കിലും വെച്ചിട്ട് പ്രാർത്ഥനയെല്ലാം നിർത്തിയിട്ട് നീ ആദ്യം ചെന്ന് സഹോദരനോട് നിരപ്പായിട്ട് പിന്നെ വന്ന് പ്രാർത്ഥന കഴിക്കുക എന്നാണ് തിരുവചനം പറയുന്നത്. അല്ലെങ്കിൽ പ്രാർത്ഥന മുകളിലേക്ക് പൊങ്ങുകയില്ല. പ്രിയപ്പെട്ടവരെ, സത്യം നാം അറിഞ്ഞേ കഴിയുകയുള്ളൂ. പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല. പലരുടെയും പ്രാർത്ഥന എന്തുകൊണ്ടാണ് കേൾക്കാത്തത്? നാളുകളായി പ്രാർത്ഥിക്കുന്നു, നാളുകളായി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നു, നാളുകളായി പ്രാർത്ഥന ദൈവം കേൾക്കുകയില്ല എന്ന് പലപ്പോഴും പറഞ്ഞു പോയതായ അവസ്ഥയുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അപ്പോൾ തന്നെ ഉടനെ തന്നെ കർത്താവ് ഇൻസ്റ്റൻ്റായിട്ട് ആ തത്സമയം എല്ലാത്തിനും പരിഹാരം തരുമെന്നാണോ പറഞ്ഞത്? അല്ല, അങ്ങനെ പറയുന്നില്ല. എന്നാൽ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഞാൻ ചോദിച്ചതൊന്നും കർത്താവ് മുടക്കിയിട്ടില്ല. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം, യാചനകൾക്ക് മറുപടി നൽകുന്ന ദൈവം. ചിലപ്പോഴെല്ലാം വൈകിയിട്ടുണ്ട്. എന്നാൽ ഡിലേസ് ആർ നോട്ട് ഡിനൈൽസ്. വൈകിയതൊന്നും തള്ളിക്കളഞ്ഞതല്ല. അതൊന്നും കേട്ടില്ല എന്ന് ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, ദർശനം പലകയിൽ തെളിവായി വരയ്ക്കുക, ദർശനം എഴുതുക, അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിനൊരു അവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല, സമയം വൈകുകയില്ല. മകനെ, നിൻ്റെ സമയത്തല്ല ദൈവം നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നത്. ദൈവത്തിൻ്റെതായ സമയമുണ്ട്. സമയം വൈകുകയില്ല. വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. നിൻ്റെ പ്രാർത്ഥന നാളുകളായി നീ പ്രാർത്ഥിച്ചിട്ട് ദൈവം പ്രാർത്ഥന കേട്ടില്ലെങ്കിൽ തക്കതായ കാരണമുണ്ടെന്ന് നീ കണ്ടുപിടിക്കൂ. തിരുത്താൻ തയ്യാറാകൂ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ തിരുത്താൻ തയ്യാറാകൂ. ആരോടും പകയില്ലാത്ത ജീവിതം, ആരോടും മുൻവിധിയില്ലാത്ത ജീവിതം, ആരുടെയും കുറ്റം പറയാത്ത ജീവിതം, ഒരു കാരണവശാലും ഒരു കള്ളം പറയില്ല എന്നുള്ള തീരുമാനം. കാരണം ദൈവഭയം. തിരുവചനം പറയുന്നു, 139 സങ്കീർത്തനം 1 വാക്യം മുതൽ താഴേക്ക് നമുക്ക് വായിച്ച് കേൾക്കാം. യഹോവേ, നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു. വായിക്കാം. യഹോവേ, നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെയും നിനക്ക് മനസ്സിലായിരിക്കുന്നു. യഹോവേ, നീ മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവേ, നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. മകനി, നീ എവിടെയൊക്കെ നടന്നു പോയെന്ന് ദൈവം അറിയുന്നു. നീ എവിടെയൊക്കെ പോയി കിടന്നെന്ന് മനുഷ്യരാരും കണ്ടു കാണിയില്ല. എന്നാൽ ദൈവം കാണുന്നു. നിൻ്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ എന്തൊക്കെയാണെന്ന് ഭൂമിയിലെ മനുഷ്യർക്കാർക്കും പിടികിട്ടുകയില്ല. എന്നാൽ അതെല്ലാം കുറിച്ചു വച്ചിരിക്കുന്നൊരു ദൈവമുണ്ട്. നമ്മെ ശോധന ചെയ്തറിയുന്നൊരു ദൈവം. നമ്മെക്കുറിച്ചുള്ളതെല്ലാം അവിടുത്തെ പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. എല്ലാം എഴുതി വയ്ക്കുന്ന ദൈവം. ആരോടും പക പാടില്ല, ആരോടും വൈരാഗ്യം പാടില്ല, ആരോടും ഒന്നും ക്ഷമിക്കാത്തത് ഉണ്ടാകാൻ ഇടവരരുത്. ദൈവം പ്രാർത്ഥന കേൾക്കുന്ന വ്യവസ്ഥയാണ് പറഞ്ഞത്. എന്താണ് പറഞ്ഞത്? വെളിച്ചത്തിൽ ഇരിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പയക്കുകയും ചെയ്യുന്നവൻ ഇന്നയോളം ഇരുട്ടിലിരിക്കുന്നു. നാം സഹോദരങ്ങളെ പയക്കുന്നവരാണോ? നമ്മുടെ ജീവിതത്തിൽ ഇരുട്ടാണെന്ന് അറിഞ്ഞുകൊള്ളൂ. യോഹന്നാന്റെ സുവിശേഷം തന്നെ 2-ാം അധ്യായം 10-ാം വാക്യം, സഹോദരനെ സ്നേഹിക്കുന്നവൻ
വെളിച്ചത്തിൽ വസിക്കുന്നു. നാം സഹോദരനെ സ്നേഹിക്കുന്നവരാണോ? നാം എല്ലാവരെയും സ്നേഹിക്കുന്നവരാകണം. എല്ലാവരോടും സ്നേഹം, ആരോടും കയ്പില്ല. എല്ലാവരെയും സ്നേഹിക്കാനിടയാകുക. പ്രകൃതിയോട് സ്നേഹം, മൃഗങ്ങളോട് സ്നേഹം, എല്ലാ ജീവജാലങ്ങളോട് സ്നേഹം, വൃക്ഷങ്ങളോട് സ്നേഹം, സഹജീവികളോട് സ്നേഹം, സഹജീവികളോട് സഹതാപം. ക്രിസ്തു ഉള്ളിൽ വന്നാൽ, ദൈവത്തെ സ്നേഹിച്ചാൽ, ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. അതാണ് നമ്മുടെ ചിന്താവിഷയം. കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. എന്നാൽ നാം കർത്താവിനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ, ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിലേക്ക് വന്നാൽ, ക്രിസ്തു നമ്മെ സ്നേഹം കൊണ്ട് മൂടാൻ തുടങ്ങിയാൽ, പ്രിയപ്പെട്ടവരെ, ജീവിതം ആകമാനമായി മാറും. വെളിച്ചത്തിൻ്റെ വിധാതാക്കളായി നാം മാറും. സഹോദരനെ സ്നേഹിക്കുന്നവൻ ഇരുട്ടിൽ ഇരിക്കുന്നു എന്ന് വചനം പറയുന്നു. ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. 2:11 ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു. ഇരുട്ടവൻ്റെ കണ്ണ് കുരുടാക്കിയാൽ എവിടേക്ക് പോകുന്നുവെന്ന് അവൻ അറിയുന്നില്ല. വെളിച്ചമാകുന്ന ക്രിസ്തു ഹൃദയത്തിൽ ഇല്ലെങ്കിൽ ലക്ക് കെട്ടവനെ പോലെ ആയിരിക്കും നടക്കുന്നത്. ഒരു പേപ്പട്ടിയെപ്പോലെ ജീവിക്കുക. ലക്കില്ല, അഴിച്ചുവിട്ട ഒരു പട്ടിയെപ്പോലെ എങ്ങോട്ട് പോകുന്നെന്ന് യാതൊരു ലക്കുമില്ല. ക്രിസ്തു ഹൃദയത്തിൽ ഇല്ലെങ്കിൽ ഇരുട്ടിലാണ് വസിക്കുന്നതെന്ന് അറിഞ്ഞുകൊള്ളൂ. ദുഷ്ടനായ പിശാച് നമ്മെ കടിച്ചു കീറി തിന്നുവാൻ തക്കവണ്ണം പിശാച് നമ്മളെ വലിച്ചു പിടിച്ചുകൊണ്ട് ചീങ്കണ്ണി നമ്മളെ കടിച്ചു പിടിച്ച് കൊണ്ടുപോകുന്നത് പോലെ, പ്രിയപ്പെട്ടവരെ, ദുഷ്ടനായ പിശാച് കടിച്ചു പിടിച്ച് വലിച്ചു കെട്ടി നിത്യനരകത്തിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ആ സത്യം നാം മറക്കരുത്. അതുകൊണ്ട് വെളിച്ചത്തിൽ വസിക്കണമെന്നാണ് പറയുന്നത്. 1 യോഹന്നാൻ 4:7-8 പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിൽ ഉണ്ടെങ്കിൽ, നാം പരസ്പരം സ്നേഹിക്കും. നാം അന്യോന്യം സ്നേഹിച്ചു പോകും. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. നാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണോ? നാം ക്രിസ്തുവിൽ ജനിച്ചവരാണോ? നാം ക്രിസ്തുവിൽ ജീവിക്കുന്നവരാണോ? ജനിച്ചിട്ട് വേണ്ടേ ജീവിക്കാൻ? എന്താണ് പറയുന്നത്? പ്രിയമുള്ളവരെ എന്ന് വിളിച്ചുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, നാം അന്യോന്യം സ്നേഹിക്കുക. നാം എല്ലാവരെയും സ്നേഹിക്കണം, പരസ്പരം സ്നേഹിക്കണം. മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കാൻ നമുക്ക് കഴിയണം. കരയുന്നവരോട് കരയാനിടയാകുക, സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കാനിടയാകുക. നാം മറ്റുള്ളവരെ സ്നേഹിക്കണം, നാം പരസ്പരം സ്നേഹിക്കണം. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. നാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് സ്നേഹം പൊട്ടിപ്പുറപ്പെട്ട് ഒഴുകിക്കൊണ്ടിരിക്കും. ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. നാം പറയും ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹം തന്നെ. എന്നാൽ സ്നേഹം ഇന്ന് എൻ്റെ ഉള്ളിലുണ്ടോ? അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം സ്നേഹത്തിൻ്റെ അധ്യായമാണത്. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ നല്ല ശബ്ദം കേൾപ്പിക്കും, നല്ല ഉച്ചത്തിൽ പാടും, ഉച്ചത്തിൽ പ്രസംഗിക്കും, ഉച്ചത്തിൽ സാക്ഷ്യം പറയും, എല്ലാം മനുഷ്യർ കാണുവാൻ തക്കവണ്ണം പലതും ചെയ്യും. പക്ഷെ വെറും ശബ്ദമേ ഉണ്ടാവുള്ളൂ. എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളം അത്രേ. താഴേക്ക് വായിക്കാം. എനിക്ക് പ്രവചനവരമുണ്ടെങ്കിലും സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും, ദൈവീകമായ സകല മർമ്മങ്ങളും സകല ദൈവീക ജ്ഞാനങ്ങളും ഗ്രഹിച്ചാലും, മലകളെ നീക്കുവാൻ തക്ക വിശ്വാസമുണ്ടായാലും, ശ്രദ്ധിക്കണേ, മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം എന്ന് പറഞ്ഞാൽ, ഞാൻ പ്രാർത്ഥിച്ചാൽ മല നീങ്ങിപ്പോകുവാൻ പാകത്തിന്, അഥവാ മല പോലെയുള്ള വിഷയത്തിന്, ആ മല പോലെയുള്ള പ്രശ്നങ്ങൾ എല്ലാം നീങ്ങിപ്പോകുമെങ്കിലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്ക് സ്നേഹമുണ്ടോ? പ്രിയപ്പെട്ടവരെ, സ്നേഹമുണ്ടോ? നാം തന്നെത്താൻ ചിന്തിക്കണം. എനിക്ക് സ്നേഹമുണ്ടോ? താഴേക്ക് വായിക്കാം. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും, എനിക്കുള്ളത് മുഴുവൻ വിറ്റുപിറക്കി സാധുക്കളായ മനുഷ്യർക്ക് കൊടുത്താലും, എൻ്റെ ശരീരം ചുടുവാനേൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവുമില്ല. പ്രിയപ്പെട്ട ദൈവജനമേ, നാം സ്നേഹത്തിൻ്റെ വിധാതാക്കളാകണമെന്നാണ് പറഞ്ഞത്. നമുക്ക് സ്നേഹമുണ്ടോ? എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുക, എല്ലാവരും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയുക.
സ്നേഹം വെറുതെ സ്നേഹിക്കാൻ കഴിയുകയില്ല. ആ ക്രിസ്തു ഉള്ളിൽ വന്ന് വസിച്ചാൽ മാത്രമേ നമ്മുടെ ഉള്ളിൽ നിന്ന് സ്നേഹം പൊട്ടി പുറപ്പെടുകയുള്ളൂ. താഴേക്ക് വീണ്ടും വായിക്കാം. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും. എൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ സ്നേഹമുണ്ടെങ്കിൽ, ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവനാണെങ്കിൽ, സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. ഞാൻ എന്നും ദയുള്ളവനായിരിക്കും, ഞാൻ മനസ്സിലുള്ളവനായിരിക്കും, ഞാൻ കരുണയുള്ളവനായിരിക്കും. പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്ക് സ്നേഹമുള്ളവരാണോ? നാം ക്ഷമിക്കുന്നവരാണോ? സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം അയോഗ്യമായി നടക്കുന്നില്ല, സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു. സ്നേഹം എല്ലാം പൊറുക്കുന്നു, സ്നേഹം എല്ലാം ക്ഷമിക്കുന്നു, സ്നേഹം എല്ലാം വിശ്വസിക്കുന്നു, സ്നേഹം എല്ലാം പ്രത്യാശിക്കുന്നു, സ്നേഹം എല്ലാം സഹിക്കുന്നു. അതെല്ലാം വിശദീകരിക്കേണ്ടതാണ് പ്രിയപ്പെട്ട ദൈവജനമേ. എന്നാൽ അപ്പോസ്തലൻ അവസാനം പറഞ്ഞു നിർത്തുകയാണ്, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. നമ്മുടെ ചിന്താവിഷയം, നാം കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവനെന്നാണ്. നാം കർത്താവിനെ സ്നേഹിക്കുന്നവരാണോ? യേശുവിനെ സ്നേഹിക്കുന്നവരാണോ? ഇതുവരെ നാം സ്നേഹിച്ചിട്ടില്ലേ? സാരമില്ല. എന്നാൽ ഇന്നു മുതൽ നമുക്ക് സ്നേഹത്തിൻ്റെ വക്താക്കളാകാം. നമുക്ക് സ്നേഹം ആചരിക്കാൻ ഉത്സാഹിക്കാം, എല്ലാവരെയും സ്നേഹിക്കാം. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് നാം ദിവസം തോറും പ്രാർത്ഥിക്കുന്നവരാണ്. അങ്ങനെ പ്രാർത്ഥിക്കാനാണ് കർത്താവ് നമ്മെ പഠിപ്പിച്ചത്. എന്നാൽ നാം ക്ഷമിക്കുന്നവരാണോ? ആ ക്ഷമിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ വരണം. യേശുവിനെ സ്നേഹിക്കാത്തവൻ, കർത്താവിനെ സ്നേഹിക്കാത്തവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. നാം ആരും ശാപഗ്രസ്തരായി തീരാൻ ഇടവരരുത്. എല്ലാം മാറിപ്പോകും, എല്ലാവരും മാറിപ്പോകും. മാറാത്തവൻ യേശു മാത്രം. ആ ക്രൂശിലെ സ്നേഹം മാത്രം മാറുകയില്ല. മരണമെന്ന യോർദാൻ കടക്കുമ്പോൾ നമുക്ക് നിത്യയുടെ തുറമുഖത്തേക്ക്, നമുക്ക് ദൈവരാജ്യത്തിലേക്ക് എത്തണമെങ്കിൽ നാം ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവരാകണം, ക്രിസ്തുവിൻ്റെ വചനം പ്രമാണിക്കുന്നവരാകണം. അങ്ങനെ ക്രിസ്തുവിൻ്റെ വചനം പ്രമാണിക്കുന്നവരായി യേശുക്രിസ്തുവിൻ്റെ പാതയിലൂടെ വെളിച്ചത്തിൻ്റെ മക്കളായി, ഇരുളിൽ അല്പം പോലും നമ്മിൽ അടുക്കാതെ വണ്ണം ഇരുട്ടിൻ്റെ പ്രവൃത്തികളോട് എന്നേക്കുമായി യാത്ര പറഞ്ഞ് വെളിച്ചമുള്ളവരായി ജീവിക്കാൻ നമുക്ക് തീരുമാനിക്കാം. നമുക്ക് നമ്മുടെ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നല്ല ദിവസം ഞങ്ങൾക്ക് തന്നതിനായി സ്തുതി. വചനം ഞങ്ങൾക്ക് സ്വർഗത്തിൽ നിന്ന് പൊഴിച്ചു തന്നതിനായി സ്തുതി. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം കർത്താവേ, അത് ചൈതന്യമുള്ളതായ വചനം കർത്താവേ, ഞങ്ങൾക്ക് അവിടുന്ന് ആശ്വസിപ്പിക്കുന്ന വചനം തന്നതിനായി സ്തുതി. സ്നേഹം, ഇന്നു മുതൽ ഞങ്ങൾ സ്നേഹം ആചരിക്കാൻ ഉത്സാഹിക്കും. കർത്താവിനെ സ്നേഹിക്കാൻ ഞങ്ങൾ ഇന്നു മുതൽ തീരുമാനിക്കും. അങ്ങനെ ആരെല്ലാം തീരുമാനിക്കുന്നുണ്ട്? പ്രിയ ദൈവജനമേ, ഇന്ന് നമുക്ക് തീരുമാനമെടുക്കാം. യേശുവിനോട് നമുക്ക് വാക്ക് പറയാം. ഇന്ന് വരെ ഞങ്ങൾ ഇരുട്ടിൻ്റെ മക്കളായി ജീവിച്ചു. സഹോദരനെ സ്നേഹിക്കാത്തവൻ ഏവനും ഇരുട്ടിൽ വസിക്കുന്നു എന്ന് തിരുവചനം പറയുന്നു. വെളിച്ചത്തിൽ നടക്കണമെങ്കിൽ ക്രിസ്തു ഉള്ളിൽ വരണം. കർത്താവേ, ഞങ്ങൾക്ക് സ്വയമേവ വെളിച്ചത്തിൽ നടക്കാൻ സാധ്യമല്ല. കർത്താവേ, അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരണമേ. അവിടുന്ന് ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ. ഈ വചനം കേട്ടത് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാവരെയും കർത്താവേ, അവിടുത്തെ ആണിപ്പാടുള്ള കരം വെച്ച് ആശ്വസിപ്പിക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. ആമേൻ.